ഗെയ്സ് ഇനി നമ്മൾ രാവിലെ ഉണർന്നിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ ഈ വണ്ടി തകരാറിലായിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് ശരിയാക്കണം ഗെയ്സ്. നമ്മുടെ ബെന്യാണിൻ്റെ ഗ്യാരേജ് കൊടുത്തു നോക്കണം ഗെയ്സ്. നമ്മുടെ സൂപ്പർ ശരിയാക്കണം ഗെയ്സ്. ഇന്നലെ നമ്മൾ ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ പോയിരുന്നു വെഡിങ് ആനിവേഴ്സറിയൊക്കെ പ്രമാണിച്ച് ഗെയ്സ്. നമുക്ക് ഈ വണ്ടി കയറി നേരെ വിട്ടേക്കാം ഗെയ്സ്. നമുക്ക് ശരിയാക്കാൻ കൊടുക്കണം ഗെയ്സ്. നമ്മുടെ ബെന്നി പാർട്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടെന്നാണ് ബെന്നി പറഞ്ഞത് ഗെയ്സ്. നമുക്ക് എന്നാലും പോയേക്കാം ഗെയ്സ്. ബെന്നി പറഞ്ഞിട്ട് ഗെയ്സ് നമ്മൾ പോയി നോക്കാം ഗെയ്സ്. ബെന്നി പറഞ്ഞത് നമ്മുടെ ലോസ് ആഞ്ചലസ് കസ്റ്റംസിൽ ചെല്ലാനാണ് ഗെയ്സ്. കസ്റ്റംസി പാർട്സൊക്കെ കാണുമെന്നാണ് ബെന്നി പറഞ്ഞത് ഗെയ്സ്. നമുക്ക് നേരെ പോയേക്കാം ഗെയ്സ്. ബെന്നി വിളിച്ച് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. കസ്റ്റംസി നമ്മുടെ ഇതൊക്കെ ഉണ്ട് ഗെയ്സ്. നമുക്ക് നേരെ നമ്മുടെ ലോസ് ആഞ്ചലസ് കസ്റ്റംസിലോട്ട് പോയേക്കാം ഗെയ്സ്. നേരെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഗെയ്സ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ നമ്മൾ നേരെ ഇറങ്ങണം ഗെയ്സ്. നമുക്ക് നേരെ ലോസ് ആഞ്ചലസ് കസ്റ്റംസിലോട്ട് പോയാൽ ചേട്ടാ, ലോസ് ആഞ്ചലസ് കസ്റ്റംസിൽ പോകുന്ന വഴി എങ്ങനെയാ? ചേട്ടൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ ഇടത്തോട്ട് തിരിയാം ഗൈസ്. ഇങ്ങനെ നമ്മൾ നേരെ ഇടത്തോട്ട് തിരിയുവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കസ്റ്റംസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇറങ്ങാം. ചേട്ടോ ഗൈസ്, ചേട്ടാ ഇല്ല ഗൈസ്. നമുക്ക് വിളിച്ചു ചോദിക്കാം. ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ ഗൈസ് കേട്ടോ. ഹലോ ചേട്ടാ, ഹലോ ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ ഒന്ന് ശരിയാക്കണം വണ്ടി കേട്ടോ. ഏത് വണ്ടിയാ മോനെ ശരിയാക്കേണ്ടത്? പറയാ ചേട്ടാ ശരിയാക്കണ്ട. അതിന്റെ പാർട്സ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഇനി പറഞ്ഞതല്ലേ? എണ്ണം പറഞ്ഞത് തന്നെ. സൂപ്പറയുടെ പാർട്സ് ഒക്കെ വേണം. അയച്ചു തന്നേ കേട്ടാ. നിങ്ങൾ ശരിയാക്കി തരുമോ? പിന്നെ പറയണം മോനെ, ഞാൻ ശരിയാക്കി തരാം, അടിപൊളിയാക്കി തരാം. നമ്മൾ പോകണം ഗെയ്സ്. നമുക്ക് പുറവി വണ്ടി കൊണ്ടെന്നാണ് പറഞ്ഞത് ഗെയ്സ്. ലോസ് ആഞ്ചലസ് കസ്റ്റംസ് എപ്പോഴും പുറവി വണ്ടി വെച്ചേക്കും നമുക്ക് കയറി പോകാൻ വേണ്ടി ഗെയ്സ്. ഇവിടെ ഇപ്പോൾ ഒരു ട്രാക്ടറാണ് കിടന്നത്. പുറവി സീറ്റൊക്കെ ഉണ്ട് ഗെയ്സ്. 10 പേരൊക്കെ ഇരിക്കാം ഗൈസ്. ഇത് നോർത്ത് ഇന്ത്യ എന്നങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ ചേട്ടൻ ഗൈസ്. അമേരിക്ക ഈ വണ്ടിയൊന്നും കാണാനില്ലല്ലോ ഗൈസ്. നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം ഗൈസ്. നമ്മൾ നേരെ വീട്ടിലോട്ട് പറപ്പിച്ച് പോകണം ഗൈസ്. നമ്മുടെ വണ്ടി എടുത്ത് തന്നെയാണ് പറയണേ. തെറ്റ് കണ്ടില്ലേ? നമ്മളങ്ങനെ പറപ്പിച്ച് കയറി നമ്മുടെ ഡോജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ ഡോജി കയറി പോവുകയാണ് ഗൈസ്. നമ്മൾ ലാമർ ഒന്ന് വിളിച്ചിട്ടുണ്ട് ഗൈസ്. ലമാർ ഗൈസ്. ലമാറിൻ്റെ ഗ്രീൻ ഗ്യാങ് സ്ട്രീറ്റ് വരെ ചെല്ലാനാണ് ലമാർ പറഞ്ഞത് ഗൈസ്. നമ്മുടെ ഈ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. അത് വേറെ ആരെങ്കിലും കൊണ്ട് ഇട്ടോളും ഗൈസ്. നമുക്ക് നേരെ ഗ്രീൻ ഗ്യാങ് സ്ട്രീറ്റിലോട്ട് പോയേക്കും ഗൈസ്. കണ്ടോ ഇവിടെ പച്ച വണ്ടിയൊക്കെ പോകുന്നത് ഗ്രീൻ ഗ്യാങ്കാരുടെയാണ് ഗൈസ്. നമ്മൾ നേരെ ഗ്രീൻ ഗ്യാങ്കാരുടെ സ്ട്രീറ്റിലോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. എടാ ലാമർ, എന്താടാ നീ എന്നെ വിളി? ഫ്രാങ്ക്ലിനെ, അത് പിന്നെ എയർപോർട്ടിൽ ഒരു ഗോൾഡൻ കാർ വന്നിട്ടുണ്ട്. അത് നീ മോഷ്ടിക്കാവോ? കാറാണോ? ഗോൾഡൻ കാർഗോ പ്ലെയിനാ. പ്ലെയിനോ? അതിൽ കുറെ ഗാർഡ്സ് ഒക്കെ കാണത്തില്ലേ? എന്നെ വെടിവെക്കും. ഫ്രാങ്ക്ലിനെ, നീ മിലിറ്ററി ചാനലിലൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നതല്ലേ, എനിക്കും കൂടെ ഒന്ന് സഹായം തരും താട്. മിലിറ്ററി അല്ലേ അവര്? അല്ലെങ്കിൽ വെടിവെച്ച് കൊള്ളി സഹായിച്ചില്ലെങ്കിൽ. എന്റെ പിള്ളേരെ ഒന്ന് അടിക്കും നിന്നെ അവിടെ വന്ന്. ഉണ്ടല്ലേ മാറേ, ഞാൻ പോയിക്കോളാം. ശരിയല്ല മാറേ. ശരി ശരി ശരി. ശരി. ലക്ക് ഫ്രാങ്ക്ലിൻ, നീ പോയിട്ട് വരൂ. ഗുഡ് ലക്ക്. നല്ല ലക്കാ കേട്ടോ. കേട്ടോ ഫ്രാങ്ക്ലിനെ? ലെസ്റ്റർ ലൊക്കേഷൻ ഒക്കെ അയച്ചു തരും കേട്ടോ. ശരി. നമ്മൾ നേരെ പോകണം ഗെയ്സ്. ലമാർ പറഞ്ഞത് എയർപോർട്ടിൽ ഒരു ഗോൾഡൻ കാർഗോ പ്ലെയിൻ വന്നിട്ടുണ്ടെന്നാണ് ഗെയ്സ്. അത് നമുക്ക് കയറി മോഷ്ടിക്കണം ഗെയ്സ്. അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് ലമാർ പറയുന്നത് ഗെയ്സ്. ഇങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗെയ്സ്. നമ്മൾ ഡോജി അങ്ങോട്ട് കയറുന്നില്ല ഗെയ്സ്. ഭയങ്കര പാട് ഗെയ്സ്. ഡോജി കയറുന്നില്ല ഗെയ്സ്. നമുക്ക് തിരിച്ചാവും ഗെയ്സ്. അവിടെ തിരിച്ച് കിടക്കുന്നു ഗെയ്സ്. നമ്മൾ എങ്ങനെ ഡോജി നിർത്തിയിട്ട് നടന്നു വന്ന് ചോദിച്ചു ഗെയ്സ്. നമുക്ക് ഇവിടെ കവർ എടുത്ത് നിൽക്കാം ഗൈസ്. എന്നിട്ട് ഗണ്ണെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ AK-47 എടുക്കുവാണ് ഗെയ്സ്. അങ്ങനെ AK-47 എടുത്തിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് ഒളിച്ചു പോകാം ഗെയ്സ്. ഇത് സൈലൻസറും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒളിച്ച് പോകാം ഗെയ്സ്. അവരെയൊന്നും കാണാനില്ല ഗെയ്സ്. അവർ വല്ലതും ഡോണറ്റ് കഴിക്കാൻ പോയിക്കാണ് ഗെയ്സ്. നമുക്ക് പെട്ടെന്ന് നേരെ പോയേക്കാം ഗൈസ്. ഇവിടെ കുറേ പ്ലെയിനൊക്കെ കിടപ്പുണ്ട് ഗെയ്സ്. ആഫ്രിക്കയിൽ നിന്ന് വന്നതൊക്കെ കിടപ്പുണ്ട് ഗെയ്സ്. ഇത് ഏതാ പ്ലെയിൻ? അങ്ങൊരു പ്ലെയിൻ കാണുന്നുണ്ട് ഗെയ്സ്. നമുക്ക് നോക്കാം അടുത്തോട്ട് പോയി ഗെയ്സ്. ഇതാണ് ഗോൾഡൻ കാർഗോ പ്ലെയിൻ ഗൈസ്. കുട്ടി കാർഗോ പ്ലെയിനാണ് ഗെയ്സ്. ഇതിപ്പോൾ 2 ബൈക്കൊക്കെ കൊള്ളും ഗൈസ്. അത്രയേ ഉള്ളൂ ഗെയ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ കാർഗോ പ്ലെയിൻ എടുത്ത് പോയേക്കാം ഗൈസ്. ഇങ്ങനെ നമ്മൾ പറപ്പിക്കണം ഗെയ്സ്. ലാമർ പറഞ്ഞ ബീച്ച് ID വന്നാൽ മതി എന്നാണ് ഗെയ്സ്. നമുക്ക് നേരെ നമ്മുടെ വെസ്റ്റ് കൊച്ചി ബീച്ച് സൈഡിലോട്ട് പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വെസ്റ്റ് കൊച്ചി ബീച്ചിലോട്ട് പോവാണ് ഗെയ്സ്. ഇവിടെ അടുത്ത് തന്നെയാണ് ലോസ് ആഞ്ചലസ് ബീച്ച് ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോയേക്കാം ഗെയ്സ്. വണ്ടിക്ക് എന്തൊരു തീ പിടിച്ച ഗെയ്സ്. അയ്യോ നമ്മൾ തെറച്ചു വീണ് ഗെയ്സ്. കുടിയും കിടന്നിട്ടുണ്ട് ഗെയ്സ്. എന്തൊരു മുറിവ് ഗെയ്സ്. അയ്യോ ഗെയ്സ്. അങ്ങനെ നമ്മൾ 10 ദിവസത്തിന് ശേഷം എത്തിയിട്ടുണ്ട് ഗെയ്സ്. ലാമറിന് ആ പ്ലെയിൻ നമ്മൾ പെയിൻ്റ് അടിച്ച് ശരിയാക്കി കൊടുക്കേണ്ടി വന്നു ഗെയ്സ്. നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട് ഗെയ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്ത് പോയേക്കാം. ഇത് നമുക്ക് ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് തന്നെയാണ് ഗെയ്സ്.
ഇനി നമുക്ക് പെട്ടെന്ന് നേരെ പോയേക്കും ഗൈസ്. നമുക്ക് കിങ് മെമ്പേഴ്സിൻ്റെ ബൈക്ക് എടുത്തോണ്ട് ഗൈസ്. ചെറിയൊരു ബൈക്ക് തന്നെയാണ്, ഗോൾഡൻ ബീഗാണ് ഗൈസ്. ഈ വരുന്ന ബൈക്കാണ് ഗൈസ്. ഗോസ്റ്റ് റൈഡറിലെ സിനിമയുടെ പോലത്തെ ബൈക്കാണ് ഗൈസ്. ഇവര് ആ സിനിമയിൽ നിന്ന് കണ്ടുകൊണ്ട് വന്നതിന് ഗൈസ് ആടെ കഴിയുന്നു ഗൈസ്. നമുക്ക് നേരെ പെട്ടെന്ന് പോയേക്കാം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോയേക്കാം ഗൈസ്. ഇനി പോകുമ്പോൾ വഴിയിലുള്ള വണ്ടിയൊക്കെ തീ പിടിക്കും ഗൈസ്. അതിന് വേണ്ടിയാണ് ഇവന്മാർ ഈ വണ്ടി ബിൽഡ് ചെയ്തത് തന്നെ, ഇങ്ങനെ തീ പിടിക്കാൻ വേണ്ടി ആൾക്കാരെയൊക്കെ കൊല്ലാൻ ഗൈസ്. ഇവിടെ ഗ്രാങ് അല്ലേ അവിടെ കൊല്ലാന്ന് വെച്ച് ഗൈസ്. അതിന് നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടേക്കാം ഇവിടെ. എന്നാൽ നമ്മുടെ വീട്ടിനകത്ത് കയറ്റണ്ട, പോലീസ് ചിലപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഗൈസ് നമ്മുടെ വണ്ടി ഗൈസ്. നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഗൈസ്. അന്നേരം പേരിക്കും വഴി കൂടെ പോയവൻ വല്ലോട്ടെയാണ് ഗൈസ്. പിടിച്ചുകൊണ്ട് പോയാൽ കുഴപ്പമില്ല ഗൈസ്. അല്ലെങ്കിൽ ഗ്രീൻ മെമ്പേഴ്സ് വന്ന് എടുത്തോളൂ ഗൈസ്. ഇനി നമുക്കിവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ. സബ്സ്ക്രൈബ്